guys, welcome back to our YouTube channel Hustling Honeys. So ഇന്ന് നമ്മൾ വന്നേക്കുന്ന സ്ഥലമാണ് കിൻകാർഡിയൻ. ഇതും ബ്രാംപ്ടണിൽ നിന്ന് ഒരു 2.5 hours ഡ്രൈവ് തന്നെയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ സൗത്താംപ്ടണിൽ നിന്നൊരു 50 minutes ഡ്രൈവിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ഈ കിൻകാർഡിയൻ ഇസ് നോൺ ആസ് ദ സ്കോട്ടിഷ് ടൗൺ ഓഫ് കാനഡ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന പെയിന്റിംഗ് പോലെ തന്നെ ഒരു സ്കോട്ടിഷ് കൾച്ചറാണ്. അത് പ്രിസർവ് ചെയ്യാനാണ് ഇവരിങ്ങനെ ഒരു സ്ഥലം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിൻലി സാൻഡി ബീച്ചസും ഹാർബറും ലൈറ്റ് ഹൗസും ഒക്കെ തന്നെയാണ് ഉള്ളത്. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ലൈറ്റ് ഹൗസിന്റെ അങ്ങോട്ട് പോയിട്ട് വഴിയെ കാണാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഓക്കെ ഗൈസ്, സോ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് ലൈറ്റ് ഹൗസ് ആണ്. സോ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് ടൈമിൽ ഇവിടുത്തെ സൺസെറ്റിന്റെ ടൈം ആകുമ്പോഴത്തേനും ലൈറ്റ് ഹൗസിന്റെ അകത്ത് നിന്ന് ഇവിടുത്തെ ബാക്ക് പൈപ്പ് വായിക്കും. സോ ഇത് ആക്ച്വലി ഒരു സ്കോട്ടിഷ് ബാൻഡാണ്. നമ്മുടെ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു ബാക്ക് പൈപ്പിംഗ് വായിക്കുക എപ്പോഴും. സോ അത് മാത്രമല്ല, എല്ലാ വീക്കിലെ എല്ലാ ഡേയ്സിലും ഈവനിങ്ങിന്റെ സൺസെറ്റ് ടൈം ആകുമ്പോഴത്തേനും അവരത് വായിക്കാറുണ്ട്. ബട്ട് സാറ്റർഡേ മാത്രം അത് വായിക്കാറില്ല. കാരണം സാറ്റർഡേ ഇവരുടെ ഒരു പരേഡ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഇനി അകത്ത് ചെല്ലുമ്പോഴത്തേനും നമുക്ക് ഈ ലൈറ്റ് ഹൗസിന്റെ അകവും കാര്യങ്ങളൊക്കെ കാണാം. ബാക്കി സൺസെറ്റിന്റെ ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ ബാക്ക് പൈപ്പേഴ്സ് വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഷോട്ടിലും കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സോ നമ്മളിപ്പോൾ അകത്തോട്ട് കയറാൻ പോവാണ് ലൈറ്റ് ഹൗസിൻ്റെ. സോ നമുക്കിവിടെ മെയിൻ ഫ്ലോർ കാണാൻ ഫ്രീ ആണ് ആക്ച്വലി. ബട്ട് മേളിലത്തെ സ്ഥലം ലൈറ്റ് ഹൗസിൻ്റെ അപ്സ്റ്റേഴ്സ് കാണണമെങ്കിൽ അല്ലെങ്കിൽ ആ വ്യൂ കാണണമെങ്കിൽ നമ്മൾ $5 per person കൊടുക്കണം. അപ്പം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ മേളിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ ഗൈസ്, സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പ് എൻഡിലാണ്. സോ ഇവിടെ നിന്നാണ് പണ്ട് ലൈറ്റ്സ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്ത് അവർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ വിച്ച് യു ക്യാൻ സീ ഓവർ ഹിയർ. ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് എ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നമുക്ക് ഈ ഒരു സീഡത് കാണാൻ പറ്റുന്നത്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. ഓക്കെ ഗൈസ്, സോ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണ് പോയിന്റ് ക്ലർക്ക് ലൈറ്റ് ഹൗസ് ആൻഡ് ബീച്ച്. സോ ഇത് വന്നിട്ട് 6 ഇമ്പീരിയൽ ലൈറ്റ് ഹൗസസ് ഉണ്ട് ബ്രൂസ് കോസ്റ്റിൽ. അതിലെ വൺ ഓഫ് ദ ലൈറ്റ് ഹൗസ് ആണ് നമുക്കിപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ വലിയൊരു ലൈറ്റ് ഹൗസ്. നമ്മൾ ഇതുവരെ കണ്ട ലൈറ്റ് ഹൗസിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ലൈറ്റ് ഹൗസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഐ ഗൈസ് അതാണ് സത്യം എന്നാണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ലൈറ്റ് ഹൗസ് മാത്രമേ ഉള്ളൂ എന്ന്. ഓരോ ബീച്ചിലും ഇവിടെ ഐക്കോണിക് ആയിട്ട് ലൈറ്റ് ഹൗസസ് ആണുള്ളത്. കാരണം ഇതിൻ്റെ എല്ലാം പുറകിലൊരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് അവർ ഓരോ ഹാർബർ ട്രാഫിക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തൊരു കാര്യമാണ് ഈ ലൈറ്റ് ഹൗസ്. സോ അതുകൊണ്ടാണ് നിങ്ങൾ കുറേ ലൈറ്റ് ഹൗസസ് ഈ വീഡിയോസിൽ കാണുന്നത്. സോ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് കയറാം, നമ്മൾ നേരത്തെ കണ്ട ലൈറ്റ് ഹൗസിൽ കയറിയ പോലെ. സോ നമുക്ക് ഇനി ഞാൻ അകത്ത് കയറിയിട്ട് ബാക്കി കാണാം. കം ഓൺ ഗൈസ്. Few moments later. സോ ഗൈസ്, ഈ റപ്പുൻസേരി പോലത്തെ ഇത്രയും വലിയ ടവറിൽ കയറാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ഞങ്ങൾ 4 പേരും റണ്ണിങ് ഷൂസ് ഇട്ടിട്ടില്ല, അതുകൊണ്ട്. പക്ഷെ അതെന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലല്ല. ഞാൻ ക്ലോസ്ഡ് ടോ ഷൂസ് ആണ് ഇട്ടേക്കുന്നത്. ബട്ട് സ്റ്റിൽ എന്നാൽ പോലും അവർ പറഞ്ഞു പറ്റില്ല കയറാൻ. അതിന്റെ ഒരു പുറകിലുള്ള യുക്തി എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പുറത്തെ ഭംഗി ആസ്വദിക്കാം. കമോൺ. സോ യാ, ഇതാന്ന് തോന്നുന്നു ഇതിന്റെ എൻട്രൻസ്. ഓ, ഇറ്റ്സ് ലൈക്ക് റിയലി ഹ്യൂജ്. അതിനോട് ചേർന്ന് തന്നെ വേണ്ട അവിടെ നമുക്ക് ആ ബീച്ച് കാണാം. നമുക്ക് നേരത്തെ ലൈറ്റ് ഹൗസിൽ നമ്മൾ കണ്ടപ്പം ഉള്ള ഒരു വ്യൂ തന്നെയാണ്. സെയിം കളറാണ്
ആ ഒരു സീക്ക്. ബട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ആ ഒരു കളർ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ആ ഒരു കോൺട്രാസ്റ്റ് തന്നെ ഉണ്ട്, ആ ഒരു ഡാർക്ക് ലൈറ്റ് ബ്ലൂ കോൺട്രാസ്റ്റ് തന്നെ ഉണ്ട് ഇതിന്. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു ആംഗിളിൽ കാണാൻ പറ്റാത്തതാണ്, പക്ഷെ അതൊരു മണ്ടേ എന്നുള്ള ആംഗിളിലാകുമ്പോഴത്തേനും അത് കാണാൻ പറ്റും ഫോർ ഷുവർ. ബട്ട് യാ റിയലി ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഇവിടെ വന്നിരിക്കാൻ കുറച്ചുകൂടെ വെയിൽ താന്നിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ രസമായിരിക്കും കാണാൻ. സോ ഇവിടെ നമുക്ക് ഇരിക്കാം, നമുക്ക് ബീച്ച് വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം. ഓക്കെ ഗായ്സ്, സോ ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന അടുത്തൊരു ബീച്ചിലാണ്. സോ ഇത് ആക്ച്വലി ഒരു ബീച്ച് വ്ലോഗായിട്ട് തന്നെ ഇതിനെ നമുക്ക് പ്രഖ്യാപിക്കാം. സോ ഈ ബീച്ചിന്റെ പേരാണ് ബോയിലർ ബീച്ച്. സോ ബേസിക്കലി കിംകൽഡനില് 2 ഐക്കോണിക് ബീച്ചസ് ആണുള്ളത്. വൺ ഇസ് ബോയിലർ ബീച്ച് ആൻഡ് അതർ വൺ ഇസ് സ്റ്റേഷൻ ബീച്ച്. സ്റ്റേഷൻ ബീച്ചിലാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലൈറ്റ് ഹൗസ്, നമ്മൾ അകത്ത് കയറി കണ്ട ലൈറ്റ് ഹൗസിലെ അത് സ്റ്റേഷൻ ബീച്ചിലാണ്. നമ്മൾ ആ ബീച്ചിലോട്ട് പോയിട്ടില്ല, അത് നമ്മള് ലാസ്റ്റ് പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറ്റേ പൈപ്പർ വായിക്കുമ്പോഴത്തേനും. സോ ഇതാണ് ബോയിലർ ബീച്ച്. ഇതെന്ന് പറയുന്ന 1883 എരി പേൾ എന്ന് പറയുന്ന ബോട്ട് സിങ്ക് ആയിരുന്നു. അപ്പം ആ ബോട്ട് സിങ്ക് ആയപ്പോ ഇവിടെ ആ ബോട്ടിന്റെ ബോയിലർ പാർട്ട് മാത്രം വന്ന് അടിഞ്ഞത് ഈ ഒരു ബീച്ചിലാണ്. അപ്പൊ തൊട്ടാണ് അതിനെ ബോയിലർ ബീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല, ഇവിടെ കിടക്കുന്നതാണ് ആ ബോയിലർ. സോ ജസ്റ്റ് യു ഗൈസ് കെൻ വാച്ച് ദാറ്റ്. നമുക്ക് അതിന് അടുത്തോട്ട് പോവാം. സോ അതാണ് ആ ബോയിലർ പാർട്ട്, ആ ഒരു ഷിപ്പിന്റെ. സോ ആൻഡ് സീ ദിസ് ബ്യൂട്ടി ഓഫ് ദിസ് വാട്ടർ. എന്ത് അടിപൊളി കളറാണ്, നമുക്ക് നാട്ടിലൊക്കെ ഇങ്ങനത്തെ കളർ. സോ യാ ബേസിക്കലി ദാറ്റ്സ് ദ ബോയിലർ ബീച്ച്. ഓക്കെ ഗൈസ്, സോ ആസ് യു ക്യാൻ സീ ഇതാണ് ആ ഒരു ബോയിലർ പാർട്ട് ഷിപ്പിന്റെ. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഭയങ്കര സീ വേവ്സിന്റെ സൗണ്ട് ആയിരിക്കും കൂടുതലും. ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് കെൻ ഹിയർ മീ. സോ ഇതാണ് ആ ഒരു, എന്താണ് ബോയിലർ എന്ന് നമുക്ക് പൊതുവെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ പണ്ടത്തെ ട്രെയിൻ ഒക്കെ പോലെ തന്നെ അവര് ഷിപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കോള് ഒക്കെ പോലത്തെ ഉള്ള സംഭവങ്ങള് ബോയിൽ ചെയ്തിട്ടാണ് ആ ഷിപ്പ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതാണ് ബോയിലർ. ഇപ്പോഴത്തെ ഷിപ്പിനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് തിങ്ക് സോ ഇപ്പോഴത്തെ ഷിപ്പിനുണ്ടെന്ന്. സോ ഇതാ 1800s ഷിപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു ബോയിലർ പാർട്ട് തന്നെ ഇതിനുള്ളത്. സോ yeah, this is like a really good one. നമ്മുടെ ടോബർബോയിൽ ഒരു ഷിപ്പ് റെക്ക് ഉണ്ട്, അതിന്റെ തന്നെ അതേ കൂട്ടി തന്നെ ഈ റെസ്യൂജീവ്സ് ഒക്കെ വന്ന് അടിയുന്ന ഒരു ഐക്കോണിക് മ്യൂസിയം തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ സാധനം. സോ യാ ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വൺ. ആൻഡ് വൺ മോർ തിങ്, ഇതിന്റെ മെറ്റൽ ഇസ് ലൈക്ക് റിയലി സ്ട്രോങ് ആണ്. ഇതിന്റെ ഒരു ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതാണെങ്കിലും ആ ഒരു മെറ്റൽ ഇസ് ലൈക്ക് റിയലി സ്ട്രോങ് ആണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതില് റസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ആ ഒരു നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇത്. എന്തായാലും ഇവിടെ ഈ ഒരു ടൗണിൽ വരുന്നവർ എന്തായാലും ഈ ഒരു ബീച്ച് വന്ന് വിസിറ്റ് ചെയ്യാം, ടു സീ ദിസ് വൺ ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ വാട്ടർ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, സ്റ്റേഷൻ ബീച്ച്. സോ ഇത് നമ്മൾ നേരത്തെ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മണ്ടേ കയറിയിട്ട് നമ്മൾ നോക്കിയില്ലായിരുന്നു വ്യൂ ഒക്കെ വന്നിട്ട്. ആ ബീച്ചാണ് ഈ കാണുന്ന ബീച്ച്. സോ ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ സൺസെറ്റ് ഒക്കെ കണ്ടു. ഇവിടെ ഇനി ഒരു പൈപ്പും കൂടെ വായിക്കും. ഞാൻ അന്ന് പറഞ്ഞു കൂട്ടി ഇവിടുത്തെ സ്കോട്ടിഷ് കൾച്ചർ അനുസരിച്ച് ഇവിടെ
ബാക്ക് പൈപ്പും കൂടെ വായിക്കും സൺസെറ്റിന്റെ സമയം. ഇവിടെ ഓൾമോസ്റ്റ് സൺസെറ്റ് 8:30 എന്നാണ് പറയുന്നത്. സോ വി വിൽ വെയിറ്റ് ടിൽ ദെൻ. സോ എന്തായാലും അതിന് മുന്നേ ആ ഷോട്ട് ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാൻ ഇവിടെ. സോ അതിന് മുന്നേ ഞാൻ ഈ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. We're gonna be two hearts running wild.